ഇത് UTLൻ്റെ 25.6 വോൾട്ട് ലിത്തിയം അയൺ ബാറ്ററിയാണ്. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ബാറ്ററിയാണ്. ഇതിന് 24 വോൾട്ട് അല്ല, ഒരു വോൾട്ടേജ് കൂടുതലാണ്. അതുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെർട്ടറിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അല്ലെങ്കിൽ നമ്മളെ നോർമൽ ഇൻവെർട്ടറിൽ നമുക്കത് സെറ്റിങ്സ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ലോ കട്ടും ഹൈ കട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം. ഇത് UTLൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വാങ്ങിയതാണ്. ഇത് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു കവറിലൊക്കെ കവർ ചെയ്താണ് വന്നിരിക്കുന്നത്. ഇത് തുറക്കുമ്പോൾ തെർമോക്കോളല്ല, ബബിൾ ഷീറ്റാണ് വന്നിരിക്കുന്നത്. ബബിൾ ഷീറ്റ് ഒരു 4 ഷീറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിലവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 100 AH ആണ്. മാക്സിമം ഡിസ്ചാർജ് 80 ആംപിയർ വരെ നമുക്കിത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. മാക്സിമം ചാർജിങ് കറണ്ട് 45 ആംപിയർ ആണ്. ഇതിലുള്ള റെക്കമെൻഡഡ് ലോവർ കട്ട്, അതായത് നമ്മളിത് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ലോയിൽ കട്ടാവുന്നത് 22.8 വോൾട്ടിലും അതിൻ്റെ റെക്കമെൻഡഡ് അപ്പർ കട്ട്, അതായത് ഫുൾ ചാർജിന് 28.5 വോൾട്ടും ആണെന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മളെ നോർമൽ 150 AH ബാറ്ററിയുടെ കപ്പാസിറ്റി ഉണ്ടാവും ഈ 100 AH ബാറ്ററി. ഇങ്ങനെയാണ് വരുന്നത്. ബോക്സ് 2 ചെറിയ തെർമോകോൾ പീസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു മോഡൽ നമുക്ക് സീരിയലായിട്ട് നമുക്ക് ഇനി അഡീഷണലി ഇത് പവർ ബാങ്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. ഇത് പിടിച്ച് ഉയർത്താൻ കരുതി ഇവിടെ സൈഡിൽ ഒരു പിടിയൊക്കെ തന്നിട്ടുണ്ട്. MCB വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചും വന്നിട്ടുണ്ട്. ഇത് ആൾറെഡി ഓണായിട്ടാണ് ഇരിക്കുന്നത്. അതിനി ഓഫായിട്ടാണോ ഇരിക്കേണ്ടതെന്ന് അറിയില്ല. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഒരു പവർ സ്വിച്ച് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് വേറെ അഡീഷണലി ഒരെണ്ണം കൂടെ വേണമെങ്കിലും വെച്ച് നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഈ ഇൻവെർട്ടറിൻ്റെ ഒരു ഔട്ട് ഇതിനകത്ത് പിടിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഇത് വരുന്നത്. ജസ്റ്റ് ഓണാക്കി നോക്കാം. ഓണാക്കി 22.5 വോൾട്ട് 28.0. ഇതിൽ ഇപ്പം ബാറ്ററി 0% ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഫുൾ ഡ്രെയിൻ ആണ് ഈ സംഗതി. ബാക്കിൽ ഓൺ ഓഫ് ആക്കിയിട്ടൊന്നും വേറെ ഒരനക്കവും കാണുന്നില്ല. ഇനി ബാക്കിലത്തെ ഈ ചെറിയ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ അങ്ങ് ഫുൾ ഓഫ് ആവും. ഇത് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ കരുതി ഇതിലിതാ ഒരു ഹാൻഡിൽ, 2 ഹാൻഡിൽ അപ്പുറവും ഇപ്പുറവും കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഹെവി ഡ്യൂട്ടി ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വശം നമുക്ക് കവർ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒരു നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു വൈബ്രേഷൻ ഒഴിവാക്കാനായിരിക്കാം.
ഇതാണ് ഈ ഒരു സാധനം. ഇത്രയും വലിപ്പം പോലും ഇതിനകത്തില്ല കേട്ടോ. ഇതിനകത്ത് ബാറ്ററി വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നത് ഈ പിടി നിർത്തിക്കാൻ കരുതിയിട്ട് അവരൊരു റവറ്റ് അടിച്ചിരിക്കുന്നതാണ്. മൊത്തം 5 റവറ്റ് അടിച്ചിട്ടുണ്ട്. ഇതിൽ ഹീറ്റ് സെൻസറുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കിയത് നന്നായി കേട്ടോ, കാരണം ഇതിൻ്റെ സെൻസർ ഇളകി കിടക്കുകയായിരുന്നു. MCB ഔട്ട് കൺട്രോൾ ചെയ്യാൻ കയറി തന്നെയാണ്, പോസിറ്റീവ് കൺട്രോൾ ചെയ്യാൻ കയറി തന്നെയാണ് ഈ MCB വരുന്നത്. ബാക്കിയുള്ളത് ഈ BMS കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ ചെറിയ സ്വിച്ച്. ഈ ചെറിയ സ്വിച്ച് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് ഓൺ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഈ സാധനം ഓൺ ആവുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബാക്കി ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഈ MCB ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലസും മൈനസും ടെർമിനലിൽ പവർ വരില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമുക്കിനി ഇത് തിരിച്ച് പാക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇത് ജസ്റ്റ് കണക്ട് ചെയ്തതാണ്. നമ്മൾ ഒരിക്കലും ആദ്യമേ നമ്മളെ കൊണ്ട് പവർ സ്വിച്ച് ഓൺ ആക്കരുത്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തതന്നേ ഉള്ളൂ. നമുക്ക് ഇനി ഒന്ന് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ കരുതിയിട്ടാണ് ഈ ബാറ്ററി ഇതിൻ്റെ പുറത്ത് വെച്ചത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ പുറത്ത് വയ്ക്കരുത്. ചാർജിങ് ടൈമിന് ഇതിൻ്റെ ബോഡി ചൂടാവും. ഇത് ചാർജ് ആവും, ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തും ബാറ്ററി ചൂടാവും. ആദ്യം ഇതിൻ്റെ ബാക്കിലുള്ള 2 സ്വിച്ചും ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കണക്ട് ചെയ്യാവൂ. വേറെ ഒന്നുമില്ല, അതാ ജസ്റ്റ് ഈ ക്ലിപ്പ് ഊരുക, ഒന്ന് റിവേഴ്സ് ഇടുക. നന്നായിട്ടാണ് അവർ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതൊരു ഒരു 10 ടോർക്ക് ഇട്ട് നമ്മളിത് ടൈറ്റ് ചെയ്താൽ മതി. ആദ്യം മൈനസാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ആ യൂണിറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ആർക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഒരു കാരണവശാലും ഇത് ഓണായിട്ട് ഇത് ചെയ്യരുത്, കാരണം ഇത് ആർക്ക് ചെയ്യും. ആർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അതിനുശേഷം ഈ പ്രൊട്ടക്ഷൻ അഡീഷണലി നമുക്ക് ബാറ്ററി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ വയ്ക്കുക. ഇതിൽ നിന്ന് നമ്മൾ സീരിയലല്ല കൊടുക്കാനുള്ളത്, പാരൽ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. ഓൾറെഡി ഇത് 24 വോൾട്ടാണ്. അപ്പോൾ 24-ന് തന്നെ ഇതിപ്പോൾ 100 AH ആണ്. നമ്മൾ ഒരെണ്ണം കൂടെ വയ്ക്കുകയാണെങ്കിൽ അത് 200 AH ആവും. അപ്പോൾ നമ്മളിത് ഓണാക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു BMSൻ്റെ ഒരു സർക്യൂട്ടുണ്ട്. ആ സർക്യൂട്ട് ഓണാക്കുക. ഇതിനകത്ത് വോൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. അതിനുശേഷം നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് ഓണാക്കുക. ഇൻവെർട്ടറിൻ്റെ ലൈറ്റ് ഓണായിട്ടുണ്ട്. മതിയോ?